രാഹുൽ ഗാന്ധി കർഷക നേതാക്കളെ കണ്ടോ? രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കുറേ കർഷക നേതാക്കൾക്കൊപ്പം നിൽക്കുന്നത്. അവരെല്ലാം പച്ച ഷോളൊക്കെ ഇങ്ങനെ കഴുത്തിലിട്ടിട്ടുണ്ട്. പച്ച ഷോൾ എന്ന് പറയുന്നത് കർഷക നേതാക്കളുടെ സിമ്പലാണല്ലോ. അവരാണല്ലോ കർഷക നേതാക്കളായിട്ട് നിൽക്കുമ്പോൾ ഈ പച്ച ഷോളൊക്കെ ഇട്ട് പ്രകൃതിയോടൊപ്പം നിന്ന് ഹരിതാഭമായ ആ ഷോളിൻ്റെ ലക്ഷണം. തമിഴ്നാട്ടിലുള്ള കർഷകരൊക്കെ ഈ തരത്തിൽ പച്ച തോർത്തൊക്കെ ഉടുക്കുന്നത്, പച്ച തലയിക്കെട്ടൊക്കെ കെട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊരു കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭാരതത്തിൽ അങ്ങനെ കർഷകർ ധരിക്കാറുമുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ കാണുന്ന നിരവധിയായിട്ടുള്ള നേതാക്കളുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത്. പക്ഷേ അഥവാ മനസ്സിലായില്ലെങ്കിൽ അത് ആരൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധിയെ കണ്ട് നിവേദനം സമർപ്പിച്ച കർഷക നേതാക്കളുടെ വാർത്തയൊക്കെ വന്നിരുന്നുവല്ലോ. അപ്പോൾ അതിലുള്ള അത് ആകെ മൊത്തം 8 പേരാണ്. എട്ട് പേരിൽ അതിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. അതിൽ 8 പേർ ആരൊക്കെയാണ് ഈ കർഷക നേതാക്കൾ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന് സത്ബീർ ഖദാര. സത്ബീർ ഖദാര ആരാണ്? സൗത്ത് ഹരിയാന കിസാൻ യൂണിയൻ്റെ നേതാവാണ്. കോൺഗ്രസ് കിസാൻ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. അവിടുത്തെ പ്രാദേശികമായിട്ട് വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. ഹരിയാനയിലെ നേതാവാണ് സത്ബീർ ഖദാന എന്ന് പറയുന്നത്. അടുത്ത് അഖിലേഷ് ശുക്ല. അഖിലേഷ് ശുക്ല എന്ന് പറയുന്നത് ആൾ ഇന്ത്യ കിസാൻ കോൺഗ്രസിൻ്റെ വൈസ് ചെയർമാനാണ്. ഹരിയാന യൂണിറ്റിൻ്റെ നേതാവും പ്രവർത്തകനും ഒക്കെയാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ നിരന്തരം പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകരിൽ ഒരാളാണ് എന്നുള്ളതാണ്. അവിടുത്തെ വലിയ പേരുകേട്ട ആളും കൂടിയാണ് അഖിലേഷ് ശുക്ല എന്നുള്ളതാണ്. അടുത്ത് ശുക്ലപാൽ സിംഗ് ഖൈറ. ശുക്ലപാൽ സിംഗ് ഖൈറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് MLA ആണ്. പഞ്ചായത്ത് ലോഫത്ത് ചെയർമാൻ ആൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവുമാണ്. അവിടുത്തെ MLA ആണ്. കോൺഗ്രസ് MLA എങ്ങനെയാണ് കർഷക നേതാവാകുന്നത്? കർഷകനാണോ? കർഷക നേതാക്കൾ ഒക്കെ കൂടെ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നത് ഏത് കർഷകരാണിതിൽ? കർഷകരാര് എന്നുള്ളത് മനസ്സിലാകാത്ത ഒരു ചോദ്യമാണെന്നുള്ളത്. ഈശ്വർ സിംഗ് നായിക്, കൃഷക് സമാജ്, കോൺഗ്രസ് നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഉന്നതരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരെല്ലാം വളരെ ധനാഢ്യരാണ്. സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ള ആൾക്കാരാണ്. ഉയർന്ന രാഷ്ട്രീയ ബന്ധങ്ങളുള്ളതാണ്. മിക്കവാറും എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ മിനിമം സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ളവരാണ്. ഇല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ ഏറ്റവും അടുത്ത ആളായിരിക്കും എന്നുള്ളതാണ്. അടുത്ത 4 പേരായി. ഇപ്പോൾ 5ാമത്തെ പേരാണ് കിരൺജിത്ത് സിംഗ് സന്ധു. കിരൺജിത്ത് സിംഗ് സന്ധു എന്ന് പറയുന്നത് കിസാൻ കോൺഗ്രസിൻ്റെ പഞ്ചാബ് ചുമതലക്കാരനാണ്. പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ബഹുജന സംഘടനയുടെ ചുമതലക്കാരൻ. ആ ബഹുജന സംഘടനയുടെ ചുമതലക്കാരനായിട്ടുള്ള പാർട്ടിയുടെ കോറിൽ നിന്ന് വരുന്ന ആളാണ്. ഇദ്ദേഹം എങ്ങനെയാണ് കർഷക നേതാവാകുന്നത്, ഇല്ലെങ്കിൽ കർഷകരാകുന്നത് എന്നുള്ളതാണ്. ഇത് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ പറഞ്ഞവരിൽ എല്ലാവരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കർഷക നേതാവ് ആവണമെങ്കിൽ കൃഷിക്കാരനായിരിക്കണം. കൃഷിക്കാരായി കർഷകരെ സംഘടിപ്പിച്ച് ദൈനംദിന തൻ്റെ കാർഷിക കാര്യങ്ങൾ നോക്കി പോകുന്ന കർഷക നേതാക്കൾ ഇന്ത്യയിലുണ്ട്. നിരവധി സംഘടനകളുടെ നേതാക്കളുണ്ട്. അപ്പോഴാണ് ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ നാടകം ഒന്നല്ല ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിനു മുൻപും രാഹുൽ ഗാന്ധിയുമായി സംവദിക്കുന്ന യുവാക്കൾ എന്ന് പറഞ്ഞ ചിത്രം വരും. നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ നേതാക്കളോ പ്രവർത്തകരോ ഒക്കെ ആയിരിക്കും. ഇവർ മറ്റു ഫോട്ടോകളിലും ഇതുപോലെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ നാടകം. അടുത്ത് രഞ്ജിത്ത് എസ് രാജു എന്ന് പറയുന്നത് ഗ്രാമീൺ കിസാൻ സഭയുടെ നേതാവാണ്. സമര സംഘാടകനാണ്. ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷക സമരങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. സമര പരിപാടികൾ രാജസ്ഥാൻ കോൺഗ്രസുമായിട്ട് ചേർന്ന് സംഘടിപ്പിക്കുക, അവർക്കിതിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. കോൺഗ്രസിൻ്റെ പ്രാദേശിക സംസ്ഥാന പ്രവർത്തകനാണ്. സംസ്ഥാനത്ത് രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് എസ് രാജു എങ്ങനെയാണ് ഇന്ത്യയിലെ കർഷകരുടെ പ്രതിനിധിയാവുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകൻ, വലിയ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള ആൾ. അടുത്ത് 7ാമത് ധരംവീർ സിംഗ് ഗോയത്ത് എന്നാണ് പേര്. ഹരിയാന കിസാൻ സംഘർഷ് സമിതിയുടെ ആക്ടിവിസ്റ്റാണ്. കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ അടുത്ത അനുയായിയാണ്. അടുത്ത ബന്ധമാണ്. അവർ തമ്മിൽ വലിയ ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരാണ് ഈ ധരംവീർ ഗോയത്ത് എന്ന് പറയുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നേതാവാണ്. കോൺഗ്രസിൻ്റെ ഭാവി നേതാവാകാനില്ലെങ്കിൽ ഭാവിയുടെ ചുമതലക്കാരൻ, ഒരു മന്ത്രിസ്ഥാനം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി ഒന്ന് സഹായിക്കാൻ വേണ്ടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണ് എന്നുള്ളതാണ്. അടുത്ത കേഡർ സിരോഹി എന്ന് പറയുന്ന ആൾ. അടുത്തത് കേഡർ സിരോഹിയാണ്. കേഡർ സിരോഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസാം കിസാൻ യൂണിയൻ്റെ നേതാവാണ്, സ്ഥാപക നേതാവ്.
അദ്ദേഹമാണ് അവിടെ ആസാം കിസാൻ യൂണിയൻ സ്ഥാപിച്ചത്. മധ്യപ്രദേശ് കിസാൻ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. ചുമ്മാതെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കില്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായതുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, മധ്യപ്രദേശ് കോൺഗ്രസിൻ്റെ സംസ്ഥാന വക്താവ് കൂടിയാണ്. സംസ്ഥാനത്ത് വക്താക്കളുണ്ട്, പൗര പാർട്ടികൾക്ക് വക്താക്കളുണ്ടായിരിക്കും. അപ്പോൾ ഈ വക്താവാണ്, കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഇവരെല്ലാവരും തന്നെ. എന്നിട്ട് ഇവർ എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ കർഷക നേതാക്കളാണ്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ദുഃഖവും ദുരിതവുമൊക്കെ ഈ രാജ്യത്തിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അറിയിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിന് ഒരു നിവേദനമൊക്കെ കൊടുക്കുന്ന രംഗവുമൊക്കെ ഈ ചിത്രത്തിലുണ്ട്. ഈ ചിത്രം നിങ്ങൾ വ്യക്തമായി നോക്കി കാണേണ്ടതാണ് എന്നുള്ളതാണ്. അവരുടെ നിവേദനമൊക്കെ കൊടുക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നിൽക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് എന്നുള്ളതാണ്. ബാക്കി ആരും കോൺഗ്രസ് നേതാക്കളല്ലാത്തവർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമായിട്ടുള്ള കാര്യവുമാണ്. ഇത്രയും കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാക്കളാണ്. ഇതൊരു പ്ലാൻഡ് ഫോട്ടോഗ്രാഫാണ്. പ്ലാൻഡ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കർഷകർ പ്രശ്നത്തിലാണ്, ഇന്ത്യയിലെ കർഷകർ ദുരിതത്തിലാണ്, അവർക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അവരെന്നെ വന്ന് കരഞ്ഞ് പറയുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കിടപെടാതിരിക്കാൻ പറ്റുമോ? അടുത്തൊരു കർഷക സമരം ഉണ്ടാക്കണ്ടേ? അടുത്ത സർക്കാരിനെതിരെ കലാപങ്ങൾക്ക് പരമാവധി ശ്രമിച്ചിട്ട് നടക്കാതെ പോയില്ലേ? അപ്പോൾ ഇനി ഒരു കലാപം ഉണ്ടാക്കണം. ആ കലാപത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. ചെങ്കോട്ട ആക്രമിച്ച ഈ പറയുന്ന ദേശീയ പതാക മാറ്റിയിട്ട് അവിടെ ഖാലിസ്ഥാൻ്റെ കൊടി ഉയർത്തിയവരെയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന കൊടികൾ ഉയർത്തിയതിൽ വ്യക്തമായ പങ്ക് ആർക്കുണ്ട്? ട്രാക്ടർ സമരം നടത്തി അതിൽ ഈ കോൺഗ്രസ്സിന് വ്യക്തമായ പങ്കുണ്ട്. ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമം അവർ നോക്കി നടന്നില്ല. അവസാനം പല രാജ്യങ്ങളിലും കലാപം നടക്കുന്ന കണ്ടിട്ട് അത് കണ്ട് മോഹിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു നോക്കി, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ തെരുവിലിറങ്ങുമോ, സർക്കാരിനെ കത്തിക്കോ. കത്തിച്ചില്ല, ആരും മൈൻഡ് ചെയ്തില്ല. പപ്പുവിൻ്റെ പപ്പടം പോലെ പൊടിയുന്ന കള്ളത്തരങ്ങളായിരുന്നു. പിന്നെ ബോംബും കൊണ്ടുവന്നു. ബലൂൺ പോലും പൊട്ടുന്നതിൽ ഇതിൽ വെച്ച് ഉണ്ടാവും. ബോംബും കൊണ്ടുവന്നു. അതായത് എന്താണ്? വോട്ട് ചോരി ബോംബ്. ആദ്യം ആറ്റം ബോംബ്, പിന്നെ ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെയാണ് പറഞ്ഞത്. പൊട്ടാസ് പോലെ ഇതിൽ നന്നായിട്ട് പൊട്ടി തകർന്നു പോയില്ലേ? ഒന്നുമില്ലായിരുന്നു. ഒരു ബോംബെന്ന് പറഞ്ഞിട്ട് ഒരു ഓലപ്പടക്കത്തിൻ്റെ അത്രയെങ്കിലും ശബ്ദം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ പരാജയമടയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വിദേശ മോഡലിൻ്റെയൊക്കെ ഫോട്ടോ വന്നു. അപ്പോൾ ശരിക്കുമുള്ള അതിൻ്റെ ഉടമയായിട്ടുള്ള ആൾ വന്നിട്ട് പറഞ്ഞ് എൻ്റെ ഫോട്ടോയാണ് ഇവിടെ വരേണ്ടത്. അവിടെ മോഡലിൻ്റെ ഫോട്ടോ വന്നു. ഇത് അപ്ലോഡ് ചെയ്ത സ്ഥലത്തെ മിസ്റ്റേക്കാണ്. ഒരു വീട്ടിൽ 60 വോട്ടുകൾ. എങ്ങനെ 60 വോട്ട്? 60 വീടുകളുണ്ട്. അവിടെ 10-20 വീടുകളിലായിട്ട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന കൂട്ടുകുടുംബമാണ്. അവിടെ എന്താ 60 വോട്ട് വരാൻ പാടില്ലേ? അവർക്ക് ഒരു ഹൗസ് നമ്പർ ആയിരിക്കും ചിലപ്പോൾ, ഒരു കോമ്പൗണ്ടിനകത്ത് ഉള്ള വീടുകളാണ് അതല്ല. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പരിഹാസ്യനായ, ഒന്നിനും കൊള്ളില്ല, ഒരു ഉപയോഗവുമില്ലാത്ത പ്രതിപക്ഷ നേതാവാണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ച രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വീണ്ടും നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി നാടകം കളിയിലാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി അടുത്ത് ഈ പറയുന്ന കർഷക നേതാക്കളെ കാണുന്നു. കണ്ടത് മൊത്തം കോൺഗ്രസ് നേതാക്കളാണെന്നേ ഉള്ളൂ. വേഷപ്രച്ഛന്നരായി വന്ന കോൺഗ്രസ് നേതാക്കൾ കർഷക നേതാക്കളാണെന്ന് വ്യാജം പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നതാണ്. ഇതൊക്കെ ദയനീയമാണ്, ഗതികേടാണ്. ഇതിലും ഗതികെട്ടവൻ വേറെ ഉണ്ടോ ദൈവമേ എന്ന് ചോദിക്കുന്ന ട്രോളുണ്ടല്ലോ. അതിൽ നമുക്ക് ഇനി മുതൽ ഉണ്ട് എന്ന മറുപടിയുമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വയ്ക്കാവുന്നതാണ്. അതാണ് ഇവിടെ കണ്ടത്. രാജ്യത്തെ ജനങ്ങളെ, പൊതുസമൂഹത്തെ, പൗരന്മാരെ വഞ്ചിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വഞ്ചനയുടെ മുഖമാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഇവിടെ വ്യക്തമാകുന്നത്. കൃത്യമായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളെ ഉയർത്തിക്കൊണ്ട്, പലസ്തീനിലൊക്കെ ഈ പറയുന്ന ദുരിതം പേർന്ന ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ഡെഡ് ബോഡി ആയിട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട് പലതും. അതിലിപ്പോൾ കുറേ വീഡിയോകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ കുട്ടി ഇങ്ങനെ കാല് ചൊറിയും കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും. അതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അഭിനയിക്കാൻ വരുന്നവരാണ് ഈ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നവർ എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന ഇതേ ഫോട്ടോയിലുള്ളവർ പിന്നെ കോൺഗ്രസ് വേദിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം മാലയിടുന്നതോ കൈ ഉയർത്തി നിൽക്കുന്നതോ ഒരുമിച്ച് നടക്കുന്നതോ ഒക്കെ പിന്നീട് കാണാം. എന്തായാലും ജനങ്ങളെ പറ്റിക്കാനുള്ള വിവിധ ശ്രമങ്ങൾ രാഹുൽ ഗാന്ധി അഥവാ പപ്പു ഗാന്ധി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം.